എന്റെ കടയിൽ നിന്ന് സാധനങ്ങൾ മേടിക്കണ്ട എന്നും പറഞ്ഞ ഒരു ബോർഡ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്നാൽ അങ്ങനെ പറഞ്ഞ് ഇയർലി സെയിൽസ് 30% കൂട്ടിയ ഒരു കമ്പനി ഉണ്ട്. ഏതാ കമ്പനി എന്നും ആ കമ്പനി എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്നും ഞാൻ പറഞ്ഞുതരാം. പക്ഷേ ബിസിനസ് റിലേറ്റഡ് വീഡിയോസ് ആയിട്ട് നിങ്ങൾ ഇൻഡസ്ട്രി ഫോളോ ചെയ്യാൻ മറക്കണ്ട. പൊതുവേ ബ്ലാക്ക് ഫ്രൈഡേസ് എന്താ, എല്ലാ ബ്രാൻഡുകളും ആവശ്യത്തിലധികം ഓഫേഴ്സ് ആയിരിക്കും നമുക്ക് തരാം. അപ്പോഴാണ് ഈ ഒരു ബ്രാൻഡ് ഡോണ്ട് ബൈ ദിസ് ജാക്കറ്റ് എന്നും പറഞ്ഞ് ന്യൂയോർക്ക് ടൈംസ് പേപ്പറിൽ ഒരു ആഡ് പബ്ലിഷ് ചെയ്യുന്നത്. എന്നാൽ എന്തുകൊണ്ടായിരിക്കും അവർ അങ്ങനെ ചെയ്തത്? ഫസ്റ്റ് റീസൺ, ഔട്ട്ഡോർ ക്ലോത്തിങ് മാർക്കറ്റ് ഓൾറെഡി വളരെയധികം ക്രൗഡഡ് ആണ്. കമ്പനിക്ക് മനസ്സിലായി നമ്മൾ ക്ലോത്ത് മാത്രം വിറ്റിട്ട് കാര്യമില്ല, ക്ലോത്തിന്റെ കൂടെ നമ്മൾ എന്തെങ്കിലും വാല്യൂ കൂടി സെല്ല് ചെയ്യണമെന്ന്. ആൻഡ് ഈ ഒരു കമ്പനിയുടെ ക്യാമ്പയിൻ ഫാസ്റ്റ് ഫാഷനെതിരായിരുന്നു, വെറുതെ ആവശ്യമില്ലാണ്ട് ക്ലോത്തുകൾ മേടിക്കുന്നതിനെതിരെ, അത്രേ ഉള്ളൂ. എന്നാൽ ഈ ഒരു ക്യാമ്പയിൻ കാരണം ഈ ഒരു കമ്പനിക്ക് ഒരുപാട് ലോയൽ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ സാധിച്ചു. സെക്കൻഡ് റീസൺ, റിവേഴ്സ് സൈക്കോളജി. നമ്മളോടൊരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ അത് തന്നെ ചെയ്യും. കാരണം എന്താ? നമുക്ക് അതാണ് ത്രില്ല് കിട്ടുക, നമുക്ക് അതാണ് ഇഷ്ടം. ഇതേ കാര്യം തന്നെയാണ് അവരും അപ്ലൈ ചെയ്തത്. ഞങ്ങളുടെ പ്രൊഡക്ട്സ് നിങ്ങൾ മേടിക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ അത് തന്നെ പോയി മേടിക്കും. എന്താ? ഫോമോ, കാരണം ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. എന്നാൽ എല്ലാ സിറ്റുവേഷൻസിലും ഈ ഒരു റിവേഴ്സ് സൈക്കോളജി വർക്ക് ആയെന്ന് വരില്ല. ഇവിടെ ബ്രാൻഡും നല്ലതാണ്, ബ്രാൻഡിന്റെ പ്രൊഡക്ട്സും നല്ലതാണ്. അതുകൊണ്ടാണ് ഈ റിവേഴ്സ് സൈക്കോളജി വർക്ക് ആയത്. ആൻഡ് ബ്രാൻഡിന്റെ പേരാണ് പറ്റാഗോണിയ.